ഏലിയാവിൻ ദൈവമേ, നീ മാത്രമേ എൻ യേശുവേ. ആരോടും പറയാറില്ലെൻ ആലതല്ലും വേദന, ആരാരും അറിയാതെന്നിൽ തീരതല്ലും ശോധന. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. സിൻലെസ്നെസ്, അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുക, ക്രിസ്തുവിൻ്റെ അതേ സ്വരൂപമായി തീരുക, ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് താതാത്മ്യം പ്രാപിക്കുക, ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് തന്മയീഭാവം പ്രാപിക്കുക, ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുക. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചു, മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. മുന്നറിഞ്ഞു, മുൻ നിയമിച്ചു, വിളിച്ചു, നീതീകരിച്ചു, തേജസ്കരിച്ചു. 5 വാക്കുകളിലൂടെ നാം പ്രത്യേകം ശ്രദ്ധിക്കുന്നു. 1, ദൈവം മുന്നമേ അറിയുന്നു. 2, ദൈവം മുന്നമേ നിയമിക്കുന്നു. 3, ദൈവം വിളിക്കുന്നു. മുന്നമേ അറിഞ്ഞ് മുന്നമേ നിയമിച്ചവരെ ദൈവം കാലത്തിൻ്റെ ഒരു പൂർണ്ണതയിൽ വിളിക്കുന്നു. വിളിച്ചവരെ ദൈവം നീതീകരിക്കുന്നു. നീതീകരിച്ചവരെ ദൈവം തേജസ്കരിക്കുന്നു.
ഈ 5 പദങ്ങളിലൂടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ 5 പടവുകളെ പരിശുദ്ധാത്മാവ് നമുക്ക് രേഖപ്പെടുത്തി തരികയാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ 5 പടികൾ. മുന്നമേ അറിയുന്നു ദൈവം. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നമ്മെ അറിയുന്നു. മുന്നമേ അറിഞ്ഞ ദൈവം നാം ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ, നാം ഈ ഭൂമിയിൽ പിറവിയെടുക്കുന്നതിന് മുൻപ് തന്നെ ദൈവം നമ്മെ മുന്നമേ നിയമിക്കുന്നു, പ്രീ അപ്പോയിൻ്റ് ചെയ്യുന്നു, മുന്നമേ നിയമിക്കുന്നു. മുന്നമേ നിയമിച്ചവരെ ദൈവം ജനനം മുതൽ ദൈവത്തിൻ്റെ സ്നേഹം പിന്നാലെ നിന്ന് പിറകെ നടന്ന് ഒരു സമയമാകുമ്പോൾ ദൈവം പേർ ചൊല്ലി വിളിക്കുന്നു. മുന്നറിഞ്ഞു, മുൻനിയമിച്ചു, വിളിച്ചു കഴിഞ്ഞ് ദൈവം കുറ്റബോധം കൊടുത്തു, പാപബോധം കൊടുത്തു, പാപത്തെക്കുറിച്ച് അനുതാപം കൊടുത്തു, ഹൃദയ നുറുക്കം കൊടുത്തു, പശ്ചാത്താപം കൊടുത്തു. എന്നിട്ടോ ദൈവം അവരെ കുറ്റവാളികളെ കുറ്റമില്ലാത്തവരെന്ന് മുദ്ര കുത്തുന്നു, നീതീകരിക്കുന്നു. റൈച്ചസ്നെസ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നീതീകരിക്കുന്നു. തീർന്നില്ല. നീതീകരിച്ച് കുറ്റമില്ലാത്തവരെന്ന് ദൈവം നീതീകരണം തന്നതിന് ശേഷം കുറ്റവാളിയെ കുറ്റമില്ലാത്തവനെന്ന് ദൈവം തീരുമാനിച്ച് മുദ്ര കുത്തി തന്നതിന് ശേഷം ദൈവം അവരെ തേജസ്കരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ വിശുദ്ധീകരണത്തിൻ്റെ തേജസ്സിൻ്റെ അനുഭവത്തിലേക്ക് പടിപടിയായി ദൈവം ഉയർത്തി കൊണ്ടുപോകുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇതിന് മറ്റൊരു വിശദീകരണം തരുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ വേറെ വിധത്തിൽ അപ്പോസ്തലൻ ചിത്രീകരിക്കുകയാണ്. നാം തൻ്റെ സന്നിധിയിൽ, 1-ാം അധ്യായം 4-ാം വാക്യം മുതൽ, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്, നാം വിശുദ്ധരാകേണ്ടതിന്, നാം നിഷ്കളങ്കരാകേണ്ടതിന് അവൻ ക്രിസ്തു ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് ദത്തെടുത്തു. അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പോഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. മുന്നമേ നിയമിച്ചു. തെരഞ്ഞെടുത്തു, ദത്തെടുത്തു, മുന്നമേ നിയമിച്ചു. തെരഞ്ഞെടുത്തു, ദത്തെടുത്തു, മുന്നമേ നിയമിച്ചു. അതിനുശേഷം അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. വീണ്ടെടുത്തു. അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് നൽകി. പാവങ്ങൾ മോചിച്ചു തന്നു. വീണ്ടെടുപ്പ്. പാവങ്ങൾ മോചിച്ചു തന്നതാണ് നാം റോമർ ലേഖനത്തിൽ കണ്ട നീതീകരിച്ചു എന്ന് പറയുന്ന നീതീകരണം. സങ്കീർത്തനം 4-ൽ കണ്ട റൈച്ചസ്നെസ് എന്ന് പറയുന്ന നീതീകരണം. അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. വീണ്ടും 9-ാം വാക്യം, അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. മുന്നമേ നിയമിച്ചു. ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ദൈവം നമ്മെ ദത്തെടുത്തു. ദൈവം നമ്മെ മുന്നമേ നിയമിച്ചു. ദൈവം നമ്മെ വീണ്ടെടുത്തു. അതിക്രമങ്ങളുടെ മോചനം തന്നു. വീണ്ടെടുത്തു. മാത്രമല്ല, മുന്നമേ നിർണയിച്ചു. എന്നിട്ട് എന്താണ് ചെയ്തത്? തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പോഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. മുദ്രയിട്ടു. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു. എന്തിന്? അവകാശത്തിൻ്റെ അച്ചാരമായി. കടന്നു ചെല്ലുമ്പോഴുള്ള തേജസ്കരണത്തിൻ്റെ മഹത്തായ അനുഭവത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്നതിന് സ്നേഹവാനായ ദൈവം ഇവിടെ നമ്മെ തിരഞ്ഞെടുത്തു. ഇവിടെ നമ്മെ ദത്തെടുത്തു. ഇവിടെ നമ്മെ മുന്നമേ നിയമിച്ചു. ഇവിടെ നമ്മുടെ അതിക്രമങ്ങൾ സൗജന്യമായി മോചിച്ചു തന്നു. ഇവിടെ നമ്മെ പാവക്കുഴിയിൽ നിന്ന് വീണ്ടെടുത്തു, നമ്മെ ഉയർത്തിയെടുത്തു, നമ്മെ ഉദ്ധരിച്ചു. മാത്രമല്ല, അവൻ നമ്മെക്കുറിച്ച് മുൻ നിർണയങ്ങൾ നിർണയിച്ചു. മാത്രവുമല്ല, ഹിതത്തിൻ്റെ മർമ്മം നമ്മെ അറിയിച്ചു. ഇതാ തേജസ്കരണത്തിൻ്റെ വഴിയിലൂടെ നടത്തിയിട്ട് അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമുക്ക് അച്ചാരമായി തന്നു. വരാനിരിക്കുന്ന അവകാശത്തിൻ്റെ ഒരച്ചാരമായി, അഡ്വാൻസായി നമുക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, എന്താണ് ഈ പറയുന്നത്? പടിപടിയായി വിശുദ്ധീകരണത്തിൻ്റെ പടവുകളിലൂടെ പോവുകയാണ്. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ എന്ന് ദാവീദ് തന്നോട് തന്നെ പറഞ്ഞു.
ജനസമൂഹത്തോട് വിളിച്ചു പറഞ്ഞു, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. വിശുദ്ധിയെ തേക്കുവാനുള്ള ആഹ്വാനം, വന്നുപോയ പാപക്കറകൾ കഴുകിക്കിട്ടാനുള്ള അദമ്യമായ ദാഹം, പാപത്തിൻ്റെ അഴുക്കുകൾ ജീവിതത്തിൽ പറ്റിപ്പിടിച്ചവ കഴുകിക്കിട്ടുവാനുള്ള ആഗ്രഹം. ദൈവത്തിന് സ്തോത്രം. ഒരു പാടത്തെ പണിയെടുക്കുമ്പോൾ കാലിലോ ശരീരത്തിലോ ചെളി പറ്റിയാൽ കഴുകാൻ കുളിച്ചാൽ മതി, വെള്ളത്തിൽ കുളിക്കാം. അല്ല, നിങ്ങൾ റോഡിൽ പോയപ്പോൾ ടാറ് അവിടെ റോഡിൽ കിടക്കുന്നു, അതിൽ വീണുപോയി, നിങ്ങളുടെ ശരീരത്തിൽ ടാറ് പറ്റി, എന്തു ചെയ്യും? വെള്ളത്തിൽ കഴുകിയാൽ പോകുമോ? ടാറ് പോവില്ല. ശരീരത്തിൽ പറ്റിയ ടാറ് പോകാൻ എത്ര നേരം കഴുകിയാലും പോവില്ല, വെള്ളമൊഴിച്ചാൽ പോവില്ല. ആ ടാറ് പോകാൻ എത്ര പ്രാവശ്യം മണ്ണെണ്ണ ഒഴിച്ച് കഴുകി നോക്കാം, ടർപ്പൻറ്റീൻ ഒഴിച്ച് കഴുകി നോക്കാം, പലതരം തിന്നറുകൾ ഉപയോഗിച്ച് കഴുകി നോക്കാം, അതല്ല പിന്നീട് സ്പിരിറ്റ് ഒഴിച്ച് കഴുകി നോക്കാം, പെട്രോൾ ഒഴിച്ച് കഴുകി നോക്കാം. എത്ര പ്രാവശ്യം കഴുകി നമ്മുടെ ശരീരത്തിലുള്ള രോമങ്ങളെല്ലാം പറ്റിപ്പിടിച്ച ടാറ്, അത് എന്ത് പ്രയാസമാണ് കഴുകിക്കളയാൻ. ടാറിൽ മുങ്ങിപ്പോയ ഒരാൾ, ടാർ വീപ്പിയിൽ ഒരാൾ വീണുപോയി എന്ന് വിചാരിച്ചു നോക്കൂ, സങ്കല്പിക്കൂ. അനേകം ആളുകൾ പാപത്തിൻ്റെ ടാർ വീപ്പിയിൽ വീണ് കിടക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, ഏത് പാപത്തിൻ്റെ ടാർ വീപ്പിയിൽ വീണാലും ഒരു തുള്ളി രക്തം നിൻ്റെ മേൽ പതിച്ചാൽ, കർത്താവായ യേശുവിൻ്റെ തങ്കത്തിരുമാറിൽ നിന്നൊഴുകിയ ഒരു തുള്ളി രക്തം നിൻ്റെ മേൽ പതിച്ചാൽ, മോനെ, നിനക്ക് മോചനമാണ്, സമ്പൂർണമായ കഴുകലാണ്. ഏത് പാപവും ആ രക്തത്തിൽ അലിഞ്ഞു പോകും. ആ രക്തത്തിൽ അലിഞ്ഞു പോകും. അക്വാ റീജിയ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ്റെ കാര്യം കെമിസ്ട്രി ലാബിൽ പഠിക്കുന്ന കുട്ടികൾക്കറിയാം. ഈ സൊല്യൂഷൻ അതിൽ സ്വർണ്ണമിട്ടാൽ സ്വർണം പിന്നെ കാണില്ല, അത് ലയിച്ചു പോകും. സ്വർണം ലയിച്ചു പോകും. ഒരിക്കലും ലാബറട്ടറിയിൽ, കോളേജ് ലാബിൽ അക്വാ റീജിയ സൊല്യൂഷൻ കുട്ടികൾ ലാബറട്ടറി ഉണ്ടാക്കുകയായിരുന്നു. ഒരിടത്ത് ഒരു പെൺകുട്ടി കരയാൻ തുടങ്ങി. അയ്യോ, എൻ്റെ മോതിരം കാണുന്നില്ല. ലാബറട്ടറിയിലെ അധ്യാപകൻ ചെന്നു, മറ്റു പിള്ളേർ ഓടിച്ചെന്നു. എന്തിനാണ് അവൾ കരയുന്നത്? അയ്യോ, എൻ്റെ മോതിരം കാണുന്നില്ല. എവിടെയാണ് പോയത്? ഈ ടെസ്റ്റ് ട്യൂബിൽ പോയതാ. ടെസ്റ്റ് ട്യൂബിലോ? എന്നിട്ട് അക്വാ റീജിയ സൊല്യൂഷനിലാണ് പോയത്. ടെസ്റ്റ് ട്യൂബിൽ അക്വാ റീജിയ സൊല്യൂഷനുണ്ട്. അവൾ പറഞ്ഞു, ഇതിനകത്ത് വീണു, ഇപ്പോൾ നോക്കിയിട്ട് തിരിച്ചു മറിച്ച് നോക്കിയിട്ട് കാണുന്നില്ല. സാറ് പറഞ്ഞു കൊടുത്തു അക്വാ റീജിയയിൽ സ്വർണം അലിഞ്ഞു പോകും. സഹോദരങ്ങളെ, എന്നാൽ പാപം അലിയുന്നൊരു സൊല്യൂഷനുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഒരിടത്തും അലിയാത്ത പാപം, ഒരിടത്തും അലിഞ്ഞു പോകാത്ത പാപം അലിയുന്നൊരു സൊല്യൂഷനുണ്ട്. അത് ഗോകുൽത്തായിൽ എൻ്റെ നാഥൻ്റെ തങ്കത്തിരുമാറ് തുറന്ന് രാജാധിരാജൻ്റെ ആ സ്നേഹം നിറഞ്ഞ ചങ്ക് തുറന്നൊഴുകിയ ചോരയിൽ ഏത് കഠോര പാപവും അലിഞ്ഞു പോകും, ഏത് കഠിന പാപവും കഴുകപ്പെടും. ദൈവവൈതലേ, എന്തുകൊണ്ട്? അവൻ്റെ തിരുരക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തരും ചിന്തിപ്പീൻ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കഠോര പാപങ്ങൾ വന്നെങ്കിലും, നിഷ്ഠൂര ദുഷ്കൃതങ്ങൾ സംഭവിച്ചെങ്കിലും, ജീവനുള്ള ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ നിങ്ങൾ ആശ്രയിച്ച് വിശ്വസിച്ച്, നാഥാ, എന്നെ കഴുകണമേ, എൻ്റെ ഹൃദയത്തിൽ പറ്റിയ മലിനതകൾ കഴുകിത്തരണമേ, എൻ്റെ ജീവിതത്തിൽ ഒന്ന് പോയ പാകപ്പിഴകൾ മാറ്റിത്തരണമേ, എൻ്റെ ജീവിതത്തിൽ ഒന്ന് പോയ ചേറും ചെളിയും അഴുക്കും തിന്മയും അശുദ്ധിയും സമ്പൂർണ്ണമായി കഴുകി എന്നെ വെടിപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഗോകുൽത്തായിലെ കുരിശിൽ ചൊരിഞ്ഞ തിരുരക്തം മകനെ നിന്റെ ചങ്കിൽ പതിയുകയും മകളെ നിന്റെ ഹൃദയത്തിൽ ഒഴുകി വീഴുകയും ചെയ്ത് അവൻ നിന്നെ കഴുകും, നിന്നെ വെടിപ്പാക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നിനക്ക് പാടാം, നിനക്ക് സ്തുതിക്കാം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. സഹോദരങ്ങളെ, അവൻ മുന്നെറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മെയെല്ലാം അപ്പോയിൻ്റ് ചെയ്തു, മുന്നമേ അപ്പോയിൻ്റ് ചെയ്തു. സഹോദരങ്ങളെ, നമ്മെ തിരഞ്ഞെടുത്തു, നമ്മെ വിളിച്ചു, നമ്മെ വേർതിരിച്ചു, നമ്മെ തിരഞ്ഞെടുത്തു, നമ്മെ മുന്നമേ നിയമിച്ചു. എന്തിന്? തൻ്റെ ഏകജാതൻ്റെ, തൻ്റെ ആദ്യജാതനായ ക്രിസ്തുവിൻ്റെ അതേ സ്വരൂപം നമുക്ക് തരാൻ. ദൈവത്തിന് സ്തോത്രം. എന്തിനാണ് നമ്മെ തിരഞ്ഞെടുത്തത്? മറക്കല്ലേ. ദൈവത്തിന് സ്തോത്രം. ഇത് ഞാൻ ആദ്യം വായിച്ച് ധ്യാനിച്ചപ്പോൾ ഞാൻ കോരിത്തരിച്ചുപോയി. എന്നെ എന്തിനാണ് ദൈവം വിളിച്ചത്? ദൈവത്തിന് സ്തോത്രം.
ചില ചടങ്ങുകൾ ആചരിച്ച് ചില അനുഷ്ഠാനങ്ങളിൽ തഴുകി മുഴുകി എൻ്റെ ആയുസ് പാഴാക്കുവാനോ അല്ല. ദൈവത്തിന് സ്തോത്രം. നാട്ടിൽ മാന്യനെ പോലെ ജീവിക്കാം. കോളേജിൽ പഠിപ്പിച്ചു, കോളേജിലെ പ്രിൻസിപ്പലായും ജോലി ചെയ്തു. നല്ലത്. അങ്ങനെ ജീവിതം തീർക്കാനോ അല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, കരുണയുള്ള കർത്താവ് എന്നോട് മനസ്സിൽ തോന്നി, ഒരു വെളിവ് എനിക്ക് തന്നു. എൻ്റെ ജീവനുള്ള ദൈവത്തെ ഞാൻ സ്തുതിക്കട്ടെ. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളിരുന്ന് ഓർത്തുകൊള്ളണം, നിങ്ങൾ എന്തിനാണ് വിളിച്ചതെന്ന്, നിങ്ങൾ എന്തിനാണ് തിരഞ്ഞെടുത്തതെന്ന്, നിങ്ങൾ എന്തിനാണ് മുന്നമേ നിയമിച്ചതെന്ന്. നിങ്ങളെ മുന്നമേ നിയമിച്ചത് തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനാണ്. അതിൽ കുറഞ്ഞൊന്നിനല്ല മോനെ, അല്ല മോളെ, അതിൽ കുറഞ്ഞൊന്നിനല്ല. നീ ഒരു മദ്യപാനം വിടാൻ മാത്രമല്ല. കൊള്ളാം, മദ്യപാനം വിട്ടോ, വളരെ നല്ലത്. നീ ഒരു കലഹം വിടാനല്ല. വീട്ടിൽ ഭാര്യയും ഭർത്താവുമായി ഇണക്കമായോ, ഏറെ നല്ലത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെട്ട് സിനിമയോട് യാത്ര പറയാനല്ല, നല്ലത്. അതിനു മാത്രമല്ല, ദൈവവൈതലേ, നീ ജീവിതത്തിൽ ഈ പണത്തിന് വേണ്ടി ജീവിച്ച് ആയുസ് പാഴാക്കാനല്ല. ഈ ലോകത്തിലെ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടി വഴക്കടിച്ച് ആയുസ് കളയാനല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ലോകമേ ശരണമെന്ന് വിചാരിച്ച് ഈ ലോകത്തിലെ കാര്യങ്ങളിലെല്ലാം മുഴുകി ആയുസ് പാഴാക്കാനല്ല. ദൈവം നിന്നെ മുന്നമേ നിയമിച്ചത് തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനാണ്. തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. ദൈവത്തിന് സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം വായിക്കുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകും. നമുക്കുള്ള പദവി എന്താണ്? ദൈവത്തിന് സ്തോത്രം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ക്രിസ്തു ആദ്യജാതൻ, പിന്നീടുണ്ടായ മക്കളാണ് നാം ഓരോരുത്തരും. ദൈവത്തിന് സ്തോത്രം. അത് പൗലോസ്ലീഹ പറയുന്ന ഒരു പുതിയ സമീപനമാണ്. യേശു ക്രിസ്തു ആദ്യജാതൻ, നാം ഓരോരുത്തരും പിന്നാലെ ഉണ്ടായ മക്കൾ. നാം ഓരോരുത്തരും ആദ്യജാതൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. അപ്പൻ്റെ മക്കളെല്ലാം ഒരേപോലെ ആയിരിക്കണം. അപ്പൻ്റെ മക്കളെല്ലാം ഒരേ ഛായയായിരിക്കണം. ആദ്യജാതൻ്റെ ഛായയായിരിക്കണം. മറ്റു മക്കൾക്കെല്ലാം ആദ്യജാതന് അപ്പൻ്റെ ഛായയാണ്. ദൈവത്തിന് സ്തോത്രം. നിർഭാഗ്യവശാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ അല്പം വ്യസനത്തോടെ പറയട്ടെ, ഞാൻ അല്പം ലജ്ജയോടെ പറയട്ടെ, നിർഭാഗ്യവശാൽ ഈ അപ്പൻ്റെ ഛായ പ്രാപിച്ചില്ല. അപ്പൻ്റെ ഛായ പ്രാപിച്ചില്ലെങ്കിൽ പിന്നെ ആരുടെ ഛായയാണ് ഉള്ളത്? പിന്നെ കിട്ടിയത് പിശാചിൻ്റെ ഛായയാണ്. പാപം എന്നിൽ വന്നപ്പോൾ ഞാൻ സാത്താൻ്റെ ഛായയുള്ളവനായിപ്പോയി. വൈകൃതങ്ങൾ എന്നിൽ വന്നപ്പോൾ, വൈരാഗ്യം എന്നിൽ വന്നപ്പോൾ, പകയും വിദ്വേഷവും നീരസവും എന്നിൽ വന്നപ്പോൾ, ഇഷ്ടക്കേടും മുഷിച്ചിലും എന്നിൽ വന്നപ്പോൾ, ലോകചിന്തകളും ലോകസുഖഭോഗചിന്തകളും വന്നപ്പോൾ, ദൈവവൈതലേ, നിങ്ങൾ പാപത്തിൻ്റെ അടിമയായി, നിങ്ങൾ പിശാചിൻ്റെ അടിമയായി, പോരാ പിശാചിൻ്റെ സ്വരൂപമായി, പിശാചിൻ്റെ ഛായയുള്ളവരായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവം നമ്മെ മെനഞ്ഞത്, ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനുള്ള ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യം എന്താണ്? ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ ഛായ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ആർദ്രത, ദൈവത്തിൻ്റെ കരുണ. കഴിഞ്ഞൊരവസരത്തിൽ നാം അത് ചിന്തിച്ചതാണ്. ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും. ദൈവം ഷെയ്പ്പ്ലെസ് ആണ്. ദൈവത്തിന് ആകൃതിയില്ല, ദൈവത്തിൻ്റെ രൂപമില്ല. ദൈവം അരൂപിയാണ്, ദൈവം ആത്മാവാണ്. ആത്മാവിൻ്റെ ഛായ, ദൈവത്തിൻ്റെ ഛായ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്. നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ഛായ നാം വഹിക്കേണ്ടതാണ്. അതാണ് നാം പ്രാപിക്കേണ്ടത്. അന്ന് ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പിശാചിൻ്റെ ആലോചനയ്ക്ക് വഴിപ്പെട്ടപ്പോൾ അവനിൽ ദൈവത്തിൻ്റെ ഛായ പോയി എന്ന് മാത്രമല്ല, പാപം വന്നപ്പോൾ അവനിൽ പിശാചിൻ്റെ ഛായയുണ്ടായി. ദൈവത്തിൻ്റെ ഛായയുള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ തോട്ടത്തിൽ വസിപ്പാൻ സാധ്യമാകൂ. ദൈവത്തിൻ്റെ ഛായ ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് പുറത്തു പോകും. സംശയിക്കേണ്ട. ആദാം ഹവ്വായും വ്യസനത്തോടെ കരഞ്ഞുകൊണ്ട് ഏങ്ങലടിച്ചുകൊണ്ട് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി ക്രോബകൾ ഏദൻ തോട്ടത്തിന് കാവൽ നിന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഛായ നഷ്ടപ്പെട്ടു, പിശാചിൻ്റെ ഛായ പ്രാപിച്ചു. ഇനി തോട്ടത്തിൽ സ്ഥാനമില്ല, സ്വർഗത്തിൽ സ്ഥാനമില്ല, പറുദീസായിൽ ഇടമില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ഛായയോടുകൂടി തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിന്നാൽ, പിശാചിൻ്റെ ഛായയിൽ നിന്നാൽ സംഭവിക്കുന്നത് പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നരകാഗ്നിയിലേക്ക് പോകുക എന്നുള്ള നിത്യമായ അനർത്ഥമാണ്, നിത്യമായ ദണ്ഡനമാണ്, നിത്യമായ യാതനയാണ്. എന്നാൽ സ്നേഹവാനായ ദൈവം നമുക്ക് ദൈവത്തിൻ്റെ ഛായ തിരികെ തരാൻ, ദൈവത്തിൻ്റെ പുത്രൻ്റെ സ്വരൂപം നമുക്ക് തിരികെ തരാൻ തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. മനുഷ്യനായി അവൻ അവതരിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ദൈവത്തിന് സ്തോത്രം. ക്രൂശിലെ മരണത്തോളം
ക്രൂശിൽ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയും. സഹോദരങ്ങളെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാനിപ്പോൾ എങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. കർത്താവേ, ഇത് ഈ കേൾക്കുന്നവർക്ക് ഉള്ളത്തിൽ ഗ്രഹിപ്പാനൊരു വെളിവ് തരണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇത് കേൾക്കുന്ന മാത്രയിൽ തന്നെ ഉള്ളത്തിലേക്ക് പകരാൻ വെളിവിൻ്റെ ആത്മാവിനെ അയക്കണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സ്വരൂപം, സാദൃശ്യം, ദൈവത്തിൻ്റെ ഛായ പ്രാപിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സാക്ഷാത്തായ കാഴ്ചപ്പാട് കർത്താവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ നാഥൻ സൗജന്യദാനമായി നൽകണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് തിരിച്ചറിയുന്നൊരു ഭാഗ്യമാണ്. അത് വെളിവായി കിട്ടുന്നത് ഭാഗ്യമാണ്. അവിടെ പിന്നെ ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും ഒരു വിഷമവുമില്ല, ആരെല്ലാം കളിയാക്കിയാലും ഒരു പ്രയാസവുമില്ല. എൻ്റെ യേശുവിനെ പരിഹസിച്ചില്ലേ, യേശുവിനെ നിന്ദിച്ചില്ലേ, യേശുവിൻ്റെ മുഖത്ത് തുപ്പിയില്ലേ, യേശുവിൻ്റെ കന്നത്ത് അടിച്ചില്ലേ, യേശുവിൻ്റെ ശിരസിൽ മുൾമുടി ചാർത്തിയില്ലേ, യേശുവിനെ നിന്ദിച്ചില്ലേ, ആക്ഷേപിച്ചില്ലേ, അപഹസനങ്ങളും ആക്ഷേപങ്ങളും നിന്ദനങ്ങളും തുരുതുര യേശുവിൻ്റെ നേരെ വന്ന് പതിച്ചില്ലേ, യേശു തളർന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ഛായയുള്ളവർ തളരുകയില്ല, യേശുവിൻ്റെ സ്വരൂപമുള്ളവർ വാടുകയില്ല, യേശുവിൻ്റെ സ്വരൂപമുള്ളവർ അതെല്ലാം പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങും. എന്നിട്ടോ അവർ പറയും, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് ഇവരറിയായിരോ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. സ്തേഫാനോസ് അങ്ങനെ പ്രാർത്ഥിച്ചു. ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസ് അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. പിതാവേ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ. എന്തുകൊണ്ട്? യേശുവിൻ്റെ ഛായ കിട്ടി, തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി. ഇന്ന് നിങ്ങൾ എന്ത് പറയുന്നു? ഇത്രയും കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ആശ നിങ്ങളോട് പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ ഛായ പ്രാപിച്ച് ഈ തലമുറയിൽ നിൽക്കാൻ നമുക്കെല്ലാം സംഗതിയാകണം. ദൈവത്തിന് സ്തോത്രം. അതിന് നിങ്ങൾ മതമൊന്നും മാറണ്ട, അതിന് നിങ്ങൾ ജാതി മാറണ്ട, അതിന് നിങ്ങൾ സഭ മാറണ്ട, അതിന് നിങ്ങൾ സമുദായം മാറണ്ട, അതിന് നിങ്ങൾ പള്ളി മാറണ്ട, അതിന് നിങ്ങളുടെ ഫെലോഷിപ്പ് മാറണ്ട. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ യോഗത്തിൽ വന്നേ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ നിൽക്കുന്ന സഭയിൽ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് ഗോകുൽത്തായിൽ മരിച്ച ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കൂ. ഗോകുൽത്തായിൽ കുരിശിൽ പിടഞ്ഞ് 3 ആണികളിൽ പിടഞ്ഞ് മരിച്ച ക്രിസ്തുവിനെ വിശ്വസിക്കൂ. അവൻ സകല മനുഷ്യജാതിയുടെയും രക്ഷകനാണ്. മറ്റൊരുത്തലിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അവനെ നോക്കുവീൻ, സകല ഭൂസീമാവാസികളുമായുള്ളവരെ, നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ലല്ലോ എന്ന് 100 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകനിൽ കൂടി പറഞ്ഞ കർത്താവായ യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് നിങ്ങൾ അണയുവീൻ. കുരിശിൻ്റെ അർത്ഥം നിങ്ങൾ സ്വായത്തമാക്കുവീൻ. കുരിശിൻ്റെ ത്യാഗം നിങ്ങൾ സ്വന്തമാക്കി എടുക്കുവീൻ. കുരിശിൻ്റെ സ്നേഹം നിങ്ങൾ ത്രസിച്ചു കൊണ്ടിരിക്കട്ടെ. കുരിശിൻ്റെ സ്നേഹം, കുരിശിൽ ചൊരിഞ്ഞ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തി, വിശുദ്ധിയുടെ തേജസ്, അത് നിങ്ങൾ പ്രാപിക്കാനിട വരട്ടെ. പ്രിയപ്പെട്ടവരെ, സിൻലെസ്നെസ് നിങ്ങളുടെ ലക്ഷ്യമാകട്ടെ. പാപമില്ലാത്ത ജീവിതം നിങ്ങളുടെ ലാക്കായി തീരട്ടെ. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ എന്നുള്ള വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും മുഴുകിക്കൊണ്ടിരിക്കട്ടെ, മാറ്റിക്കൊണ്ടുകൊണ്ടിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതം ധന്യമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണമായ സുദിനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് അവിടുത്തെ സ്വരൂപവും ഛായയും തരുവാൻ ക്രൂശിൽ മരിച്ചതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് അവിടുത്തെ തന്നെ ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ വാഴുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും എൻ്റെ കരുണയുള്ള നാഥൻ ആശീർവദിക്കണമേ. കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ പിടയുന്നവരുണ്ടല്ലോ കർത്താവേ, രോഗത്തിൽ വലയുന്നവരുണ്ടല്ലോ കർത്താവേ, കടത്തിൽ ഞെരുങ്ങുന്നവരുണ്ടല്ലോ കർത്താവേ, മനസ്സാകുലപ്പെട്ട് കേഴുന്നവരുണ്ടല്ലോ കർത്താവേ, ദിവസം പകലും രാവും ഒരുപോലെ ദുഃഖിച്ച് വിലപിച്ച് കഴിയുന്നവരുണ്ടല്ലോ കർത്താവേ, എല്ലാവരെയും തഴുകണമേ, എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. യേശുക്രിസ്തുവിന്റെ സ്വഭാവം പ്രാപിച്ച്, യേശുക്രിസ്തുവിന്റെ ഛായ പ്രാപിച്ച്, യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപരായി നാഥാ നിത്യ സ്വർഗീയ സമാധാനത്തിലേക്ക് കടന്നു വരുവാൻ, നിത്യജീവന്റെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. നിത്യജീവൻ എല്ലാവരുടെയും വിഷയമായി തീരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സഭാഭേദമന്യേ, ജാതിമത സമുദായ ഭേദമന്യേ എല്ലാവരെയും തർക്കം വെച്ച് ആശീർവദിക്കണമേ. തിരുരക്തത്തിന്റെ അത്ഭുത ശക്തി എല്ലാവരെയും തഴുകണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ രക്ഷണീയമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ.